Hello all and welcome to IELTS preparation by Sodeju. This is Alvin and in today's session we will start our discussion regarding problem solution and cause effect essay of IELTS writing task 2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക് 2 കാര്യങ്ങളായിരുന്നു ഒപ്പീനിയൻ ഡിസ്കഷൻ, അതുപോലെ ഡിസ്കഷൻ പ്ലസ് ഒപ്പീനിയൻ, ഈ ടൈപ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കോസ് എഫക്റ്റ് ഈ ഒരു ടൈപ്സ് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്ക്രീനിൽ കാണാം ഈ ഒരു സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്സ് ഓഫ് എസ്സേസ് നമുക്ക് നോക്കാം. ബേസിക്കലി നമുക്ക് ഇവിടെ 4 ടൈപ്സ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ വാട്ട് ആർ ദി പ്രോബ്ലംസ് എന്ന് ചോദിക്കാം, അതുപോലെ വാട്ട് ആർ ദി സൊല്യൂഷൻസ് എന്നൊക്കെ ചോദിക്കാം. അതാണ് ഒരു ടൈപ്പ്. ദെൻ കോസ് ആൻഡ് സൊല്യൂഷൻ, അതായത് അവർ ചോദിക്കാം വൈ ഇസ് ദിസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി കോസസ് എന്ന് ചോദിക്കാം, അതുപോലെ വാട്ട് ആർ ദി സൊല്യൂഷൻസ് എന്ന് ചോദിക്കാം. ദെൻ ദ തേർഡ് വൺ എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ്, അതായത് വാട്ട് ആർ ദി കോസസ് എന്ന് ചോദിക്കാം. ദെൻ വാട്ട് ആർ ദി ഇഫക്ട്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദി കോൺസിക്വൻസസ് എന്ന് ചോദിക്കാം. അതാണ് മൂന്നാമത്തെ ഇഫക്ട്. ദെൻ ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് ദി സൊല്യൂഷൻ, അതായത് അവരൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് ബേസിക്കലി അതിന്റെ സൊല്യൂഷൻസ്, അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ്സ്, അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ബേസിൽ മാത്രം ചോദിക്കാം. അപ്പോൾ ബേസിക്കലി ഈ ഒരു 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു എന്ത് ചെയ്യാം സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ദെൻ നമ്മളിപ്പം 2-3 വാക്കുകൾ കേട്ടു, അതായത് പ്രോബ്ലം, ദെൻ കോസസ്, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ നമ്മൾ കേട്ടു. ബേസിക്കലി ഇത് എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് അറിഞ്ഞു വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സ്ക്രീനിൽ കാണാം ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബ്ലം ആൻഡ് എ കോസ്. ട്രാഫിക് കൺജഷൻ, നമുക്കറിയാം ട്രാഫിക് ബ്ലോക്ക്, അങ്ങനെ ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രോബ്ലം. എങ്കിൽ അതിന്റെ ഒരു കോസ് എന്ന് പറയുന്നതാണ് മെനി പീപ്പിൾ യൂസിങ് ദിയർ പ്രൈവറ്റ് വെഹിക്കിൾസ്. ഇതിന്റെ റിലേഷൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. ട്രാഫിക് കൺജഷൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നു? പീപ്പിൾ യൂസിങ് ദിയർ പ്രൈവറ്റ് വെഹിക്കിൾസ്, മോർ ആൻഡ് മോർ പീപ്പിൾ യൂസിങ് ദിയർ പ്രൈവറ്റ് വെഹിക്കിൾസ്. അപ്പോൾ ട്രാഫിക് കൺജഷന്റെ റീസൺ ആണ് എന്ത്? പീപ്പിൾ യൂസിങ് പ്രൈവറ്റ് വെഹിക്കിൾസ്. അതാണ് ബേസിക്കലി നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്യാം, ഈ പ്രോബ്ലത്തിന്റെ റീസൺസ് ആണ് എന്ത് കോസസ് എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് അതിന്റെ ഡിഫറൻസ്. വാട്ട് ആർ ദി കോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടാവും, ആ പ്രോബ്ലത്തിന്റെ റീസൺസ് ആണ് ബേസിക്കലി എന്ത് കോസസ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു അതാണ് അതിന്റെ ഒരു കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ഇത് മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഫ്രേസസ് നോക്കാം. വാട്ട് ഇഷ്യൂസ് ഡസ് ദിസ് കോസ് ആൻഡ് ഹൗ ക്യാൻ ദേ ബി അഡ്രസ്ഡ്. ഇതൊക്കെ നമ്മൾ ടെയിലിൽ പൊതുവെ കാണുന്ന കുറച്ച് 5 ഫ്രേസസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. വാട്ട് ഇഷ്യൂ ഡസ് ദിസ് കോസ് ആൻഡ് ഹൗ ക്യാൻ ദേ ബി അഡ്രസ്ഡ്. അപ്പോൾ ഇത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇഷ്യൂസ് ഡസ് ദിസ് കോസ്, അതായത് വാട്ട് ആർ ദി പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്, ആൻഡ് ഹൗ ക്യാൻ ദേ ബി അഡ്രസ്ഡ്, അതായത് അതിന്റെ സൊല്യൂഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ 2 ടൈപ്പാണ് നമുക്ക് എന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യാം. ദെൻ വാട്ട് ആർ സം റിസൾട്ടിംഗ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ദം. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണ് വാട്ട് ആർ സം റിസൾട്ടിംഗ് സോഷ്യൽ പ്രോബ്ലംസ്, ഇതിൽ നിന്നുണ്ടാവുന്ന സോഷ്യൽ പ്രോബ്ലംസ് എന്താണ്, അതായത് ബേസിക്കലി ഇവിടുത്തെ ഇഫക്ട്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദെൻ ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ദം, നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, മീൻസ് സൊല്യൂഷൻസ്. അപ്പോൾ അങ്ങനെ ബേസിക്കലി നമുക്ക് പെട്ടെന്ന് ഈ ഒരു അപ്രോച്ചിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഫ്രേസസ് ആണ് സ്ക്രീൻ കാണുന്നത്. തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് സൊല്യൂഷൻ ഫ്രേസസ് നമുക്ക് നോക്കാം. ഹൗ ക്യാൻ ദിസ് സൊല്യൂഷൻ ബി ഇംപ്രൂവ് ആൻഡ് വാട്ട് സൊല്യൂഷൻസ് ക്യാൻ യു സജസ്റ്റ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം, ഹൗ ക്യാൻ ദിസ് പ്രോബ്ലം ബി സോൾവ്ഡ് ആൻഡ് വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു പ്രിവെന്റ് ദിസ്. ഇതൊക്കെ ബേസിക്കലി സൊല്യൂഷൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെയിലിൽ കാണുന്ന കുറച്ച് സെന്റൻസുകളാണ്. ദെൻ നമുക്ക് സ്ക്രീനിൽ കാണാം കുറച്ച് സിനോണിംസ്, അതായത് പ്രോബ്ലംസ് എന്ന് ചോദിക്കുമ്പോൾ അതിന് പകരം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ കാണുന്ന കുറച്ച് വാക്കുകളാണ് ഇഷ്യൂസ്, റിസൾട്ടിംഗ്, സൊല്യൂഷൻ, സിറ്റുവേഷൻ. ഓക്കെ, ഇഷ്യൂസ്, റിസൾട്ടിംഗ്, സിറ്റുവേഷൻ. ദെൻ കോസസ് സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നതിന് പകരം അവർ ചോദിക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് റീസൺസ് ആൻഡ് വൈസസ് എന്നൊക്കെ ചോദിക്കാം. ദെൻ സൊല്യൂഷൻസിന് പകരം ചോദിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് ഡീൽ വിത്ത്, അഡ്രസ്ഡ്, ടാക്കിൾഡ്, റെമഡീഡ്, ഇംപ്രൂവ്ഡ്, മെഷേഴ്സ് ടേക്കൺ, സോൾവ്ഡ്, പ്രിവെന്റ്, എക്സെട്ര. ദെൻ അപ്പോൾ ഇത്രയാണ് ഏകദേശം ഒരു ധാരണ, ഏകദേശം ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. നമുക്ക് കുറച്ച് കോമൺ മിസ്റ്റേക്സ് നോക്കാം. അതായത് പൊതുവെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് പൊതുവെ വരുത്തി കാണുന്ന കുറച്ച് മിസ്റ്റേക്സ് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ദെൻ കോമൺ ആയിട്ടൊരു 6 എറേഴ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ബേസിക്കലി കൺഫ്യൂസിങ് പ്രോബ്ലം ആൻഡ് കോസ് ക്വസ്റ്റ്യൻസ്. അതായത് കറക്റ്റ്ലി ഒരു പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് ആവശ്യപ്പെടുന്നത്, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യാനാണോ കോസസ് സ്റ്റേറ്റ് ചെയ്യാനോ ആണോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ തെറ്റ് എഴുതി വെക്കുന്നു എന്നുള്ള ഒരു കേസാണ് ബേസിക്കലി നമ്മൾ കാണുന്നത്. ദെൻ ഹാവിങ് ടു മെനി ഐഡിയാസ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബേസിക്കലി ഈക്വലി 1-2 ഐഡിയാസ് മാത്രം, ഓക്കെ അത്ര മതി നമുക്ക്. പിന്നെ എന്ത് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യാം. എക്സാമ്പിൾസും സ്റ്റേറ്റ്മെന്റും എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വഴി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ബേസിക്കലി IELTS ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് ഒരു 4-5 ഐഡിയാസ് എഴുതി വെക്കുന്നതിലല്ല അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്. ദെൻ നോട്ട് ഡെവലപ്പിംഗ് യുവർ ഐഡിയാസ്, ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ. Then not developing both sides of the argument equally.
അതായത് പ്രോബ്ലംസും സൊല്യൂഷൻസും വയ്ക്കുമ്പോൾ രണ്ടും എന്ത് ചെയ്യണം, ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യണം. ദെൻ നോട്ട് ലിങ്കിങ് ദ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആൻഡ് നോട്ട് ബീങ് സ്പെസിഫിക് ഇനഫ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ കാണുന്ന കുറച്ച് മിസ്റ്റേക്സ്. ദെൻ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു സെക്ഷനിൽ നമുക്ക് എസ്സേസ് എഴുതുമ്പോൾ നമുക്ക് പൊതുവെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് സ്ക്രീനിൽ കാണുന്നത്. പൊതുവെ നമ്മൾ ഒപ്പീനിയൻ ഡിസ്കഷനൊക്കെ ഫോളോ ചെയ്ത അതേ പാറ്റേൺ, ചെറിയ വ്യത്യാസങ്ങൾ സ്ക്രീനിൽ കാണാം. ഇൻട്രൊഡക്ഷനിൽ ജനറൽ സ്റ്റേറ്റ്മെന്റ്, പാരഫ്രൈസ് ആൻഡ് ജസ്റ്റ് സേ വാട്ട് യു റൈറ്റ് ഇൻ യുവർ എസ്സേ. ബേസിക്കലി ഇത്രയാണ് വരുന്നത്. തെസിസ് സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നില്ല, കാര്യം നമ്മുടെ ഒപ്പീനിയൻ അവിടെ ആവശ്യപ്പെടുന്നില്ല. ദെൻ മെയിൻ ബോഡി പാരഗ്രാഫ് 1, അവിടെ എന്താണ് ടോപ്പിക് സെന്റൻസ്, അതായത് ബേസിക്കലി പ്രോബ്ലം അതിന്റെ സൊല്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ആദ്യം പ്രോബ്ലംസ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പിക് സെന്റൻസിൽ എഴുതുക. ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും സമ്മറി കൊടുക്കുക. ദെൻ ടോപ്പിക് മെയിൻ ബോഡി പാരഗ്രാഫ് 2ലേക്ക് വരുമ്പോഴത്തേക്കും സൊല്യൂഷൻസ്, അത് ടോപ്പിക് സെന്റൻസ് ആയിട്ട് എഴുതുക. ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും സമ്മറി കൊടുക്കുക. അതാണ് അങ്ങനെ. ഇപ്പോൾ പ്രോബ്ലം സൊല്യൂഷൻ ആണെങ്കിൽ അത് ഓരോ പാരഗ്രാഫിലും ഡെവലപ്പ് ചെയ്യുക. ഇനി കോസ് ഇഫക്റ്റ് ആണെങ്കിൽ അത് ഈക്വലി ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ എന്താണോ ചോദിക്കുന്നത് ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈക്വലി ഡെവലപ്പ് ചെയ്യുക ഓരോ പാരഗ്രാഫിലും. ദെൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ഒരു സമ്മറി, ടോട്ടലി നമ്മൾ എസ്സേയിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു സമ്മറി ആയിട്ട് എന്ത് ചെയ്യാം, കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതാം. ഇതാണ് നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിച്ചത്. ഏകദേശം ഒരു ഈ ഒരു ടൈപ്പിനെ കുറിച്ച്, ഈ ഒരു സെക്ഷൻസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്ത് സ്ട്രക്ചറിൽ വേണമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻസ് നടത്താം. ഇൻട്രൊഡക്ഷൻ, മറ്റ് പാരഗ്രാഫ്സ് ഒക്കെ നമുക്ക് നോക്കാം. താങ്ക് യു.